wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi washabbihi ajma'in amma ba'd. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ വിദ്യാർത്ഥി മിത്രങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഒരു മനുഷ്യൻ ഈ ലോകത്തെ പ്രകാശിപ്പിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അതിനുവേണ്ടി പലതവണ കഷ്ടപ്പെട്ടു. ആയിരത്തിലേറെ തവണ അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഒരു നാൾ അതിനെ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച സാധനത്തിന്റെ പേരാണ് ബൾബ്. കണ്ടുപിടുത്തക്കാരന്റെ പേരാണ് എഡിസൺ. അദ്ദേഹം തന്റെ ആത്മവിശ്വാസം കൈവിടാതെ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനുള്ള ഉത്തരമായി അദ്ദേഹത്തിന് അത് ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഒരു യാത്ര പോലെയാണ്. ഓരോ ദിവസവും നാം നേരിടുന്നത് പല പ്രതിസന്ധികളുമാകാം. ഓരോ ദിവസവും നാം നേരിടുന്നത് പല വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും പരാജയങ്ങളെല്ലാം ആകാം. ചില മനുഷ്യരുടെ വിചാരം യാഥാർത്ഥ്യത്തിലേക്കുള്ള ദൂരം വളരെ എളുപ്പവും സുതാര്യമാണെന്ന്. യാഥാർത്ഥ്യം അത് ശരിയല്ല. ഓരോ വിജയത്തിന്റെ പിറകിലും ഓരോ വിജയത്തിന്റെ പിറകിലും കഠിനാധ്വാനവും പരിശ്രമവും കൂടാതെ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നതാണ്. ലോകമഹാന്മാരുടെ ചരിത്രത്തിൽ നോക്കുമ്പോൾ എഡിസൺ ആയിരത്തിലേറെ തവണ പരാജയപ്പെട്ടു. എന്നാലും തന്റെ ആത്മവിശ്വാസം കൈവിടാതെ അദ്ദേഹം പരിശ്രമിച്ചു. അതിന് ഉത്തരമായി അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചു. അദ്ദേഹത്തോട് സാധിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്രയും തവണ പരാജയപ്പെട്ടു വീണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്? അപ്പോൾ എഡിസൺ ഒരു ചെറുപ്പുഞ്ചിരിയോട് മറുപടിയായി പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. ഈ 1000 രീതിയിൽ ബൾബ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു നെഗറ്റീവിനെ അദ്ദേഹം പോസിറ്റീവാക്കി തന്റെ ആത്മവിശ്വാസത്തെ നിലനിർത്തുകയാണ് ചെയ്തത്. എബ്രഹാം ലിങ്കൺ എടുത്തു നോക്കൂ. അദ്ദേഹം ഒരു പോസ്റ്റ് വെളിച്ചത്തിന്റെ പ്രകാശത്തിലാണ് പഠിച്ചു വരുന്നത്. അദ്ദേഹം തന്റെ ആത്മവിശ്വാസം കൈവിടിഞ്ഞില്ല. അദ്ദേഹത്തിന് അതിന്റെ ഉപകാരമായി അദ്ദേഹം അമേരിക്കയിലെ അറിയപ്പെട്ട ഒരു പ്രസിഡന്റായി. അതുപോലെ തന്നെയാണ് മഹാത്മാഗാന്ധിജിയും. അദ്ദേഹം ലോക സാമ്രാജ്യം ലോക സാമ്രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ സ്വാതന്ത്ര്യം നൽകി. നാം ഒരിക്കലും നമ്മുടെ ആത്മവിശ്വാസം കൈവിടരുത്. തങ്ങൾ പറയുന്നു, don't belittle yourself. നിങ്ങൾ നിങ്ങളെ സ്വയം ചെറുതാക്കി കാണിക്കരുത്. സ്വന്തം ആത്മവിശ്വാസമുള്ളവനെ ഒരിക്കലും വിജയിക്കുകയില്ല. ആത്മവിശ്വാസമുള്ളവനെ എപ്പോഴും ധൈര്യമുണ്ടായിരിക്കും. ആത്മവിശ്വാസം അവന് ധൈര്യം നൽകിക്കൊണ്ടേയിരിക്കും. അവന് വിജയത്തിലേക്ക് നയിക്കും. So once again I say, don't forget yourself. നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഒരിക്കലും കളയരുത്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവന് വിജയം ലഭിക്കൂ.